കൊരട്ടി പഞ്ചായത്തിനോടുള്ള ചാലക്കുടി എംഎൽഎയുടെ അവഗണനയ്ക്കെതിരെ കൊരട്ടിയിലെ LDF പ്രവർത്തകർക്ക് പ്രതിഷേധം. ഡ്രീംസ് ഡ്യൂട്ടി പെയ്ഡ് കളക്ഷൻസ് ചാലക്കുടി. കൊരട്ടിയുടെ വികസന വേഗതയ്ക്ക് ആക്കം കൂട്ടേണ്ട MLA അങ്ങേയറ്റം നിരാശാജനകമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് കൊരട്ടിയിലെ LDF ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പുതിയ ഒരു പദ്ധതിയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെന്ന് തന്നെയല്ല, കൊരട്ടിയിൽ മുൻ MLA കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തിയാക്കാൻ പോലും ശ്രമിക്കുന്നില്ല. ഇതിനെതിരെ LDF ജൂലൈ മാസത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കും. കൊരട്ടി പഞ്ചായത്തിലെ വികസന സാധ്യതകൾ ഏറെയുള്ള തിരുമുടിക്കുന്ന് ഗാന്ധിഗ്രാം ത്വക്ക് രോഗാശുപത്രിയുടെ 118 ഏക്കർ ഭൂമിയിലെ പദ്ധതികൾക്ക് യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. രോഗികളുടെ കുടിശ്ശിക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. കൊരട്ടിയുടെ ഹൃദയഭാഗത്തെ വൈഗ ത്രെഡ്സിന്റെ 70 ഏക്കർ ഭൂമിയിലും 60 ഏക്കറോളം വരുന്ന ഒഴിഞ്ഞുകിടക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിന്റെ സ്ഥലത്ത് പുതിയതായി യാതൊരുവിധ സംരംഭവും കൊണ്ടുവരാൻ MLA മുൻകൈയെടുത്തില്ല. കൊരട്ടി റെയിൽവേ സ്റ്റേഷനിലെ തീവണ്ടികളുടെ സ്റ്റോപ്പുകൾ നിർത്തലാക്കിയപ്പോൾ യാതൊരുവിധ നടപടികളും എടുക്കാൻ MLA തയ്യാറായില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും പ്രതികാര ബുദ്ധിയോടും കൂടെ LDF ജനപ്രതിനിധികളുടെ വാർഡുകളിലേക്ക് യാതൊരുവിധ ഫണ്ടുകളും അനുവദിച്ചില്ല. മുൻ MLA BD ദേവസി കൊണ്ടുവന്ന ചിറങ്ങര ഇടത്താവളം നിർമ്മാണ പൂർത്തീകരണത്തിന് യാതൊരു ഇടപെടലും നടത്തുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് KR സുമേഷ്, ലിജോ ജോസ് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി MLA നമ്മുടെ 4 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോ കൊരട്ടിയോടുള്ള അവഗണന, അതിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം ഒരു വലിയ പ്രക്ഷോഭയാത്ര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവഗണന എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, കൊരട്ടിക്കകത്ത് ഈ 4 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പുതിയതായ ഒരു പദ്ധതി വരെ MLAയുടെ സമൂഹമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, മുൻ MLA BD ദേവസേനന്റെ അന്നത്തെ സമൂഹമായി കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഒരു നടപടികളും അതിന്റെ ഭാഗമായിട്ടുണ്ടല്ല. അതിൽ ഓരോന്നോരോന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. കൊരട്ടിക്കായിട്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതകളുണ്ട്. അതിനാവശ്യമായ വിഭവങ്ങൾ കൊരട്ടിക്കകത്തുണ്ട്. അത് ഗാന്ധിഗ്രാം ത്വക്ക് രോഗ ആശുപത്രിയുടെ സ്ഥലം, അതുപോലെ തന്നെ നമ്മൾ അടച്ചുപൂട്ടപ്പെട്ട മധുര കോട്സിന്റെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിന്റെ 100 ഏക്കറിലധികം വരുന്ന സ്ഥലം. ഇതിന് വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ വിവിധ പദ്ധതികൾ നമുക്ക് ഇത്രയും വിഭവശേഷിയുള്ള പഞ്ചായത്തിനകത്ത് അത് കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഒരു ശ്രമം MLAയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ മുൻ MLA കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ, ഗാന്ധിഗ്രാം ത്വക്ക് രോഗ ആശുപത്രിക്കകത്തുള്ള ഹ്യൂമൻ റിസർച്ച് സെന്റർ, അത് 2018 പണി പൂർത്തീകരിച്ചതാണ്. അത് തുടങ്ങുന്നതിന് ആവശ്യമായ ഒരു ശ്രമം ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. കോവിഡ് കാലത്ത് കോവിഡ് പേഷ്യന്റിനെ കൊണ്ട് താമസിക്കുന്നതല്ലാതെ അത് നമ്മുടെ സ്റ്റേറ്റില് സെൻട്രലൈസ്ഡ് ട്രെയിനിങ് സെന്ററാണ്. അത് ഉദ്ഘാടനം ചെയ്യ പോലല്ല അതിന് ആവശ്യമായ മറ്റു സൗകര്യങ്ങൾ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ അവിടുത്തെ 88ഓളം വരുന്ന രോഗികളുടെ അവരെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ IP ബ്ലോക്ക് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് വലിയ ശ്രമം പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഞങ്ങൾ നടത്തിയിട്ടാണ് അതിന്റെ പണി പൂർത്തീകരിക്കേണ്ടത്. അത് പൂർത്തീകരിച്ച് ഇപ്പൊ നമുക്കറിയാം, ഈ വലിയ കാലവർഷം വന്നപ്പോ ഇപ്പൊ രോഗികൾ താമസിക്കുന്ന ആ സെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അടച്ചുറപ്പില്ല. അത് മാത്രമല്ല, ചുറ്റുപാടും വലിയ മരങ്ങളൊക്കെ വീണ് കടപുഴകി വലിയ അപകടം ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതിനുശേഷം ഫയർ NOC ഇപ്പൊ PWD കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചിരുന്നു. അവർക്ക് ഫയർ NOC കിട്ടാത്തതുകൊണ്ടാണ് അവർക്ക് മറ്റു രോഗികളെ മാറ്റി പാർപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഫയർ NOC അങ്ങനെ ആവശ്യമായ അവർക്ക് ഒരു 15 ലക്ഷം രൂപയാണ് അതിന് പോരായ്മയുള്ളത്. അത് MLA ആ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ നേരിട്ട് പഞ്ചായത്ത് എന്ന നിലയ്ക്ക് മിനിസ്റ്ററെ പോയി കാണുകയും മിനിസ്റ്റർ ഇടപെടുത്തി കളക്ടറുടെ അധ്യക്ഷതയിൽ തൊട്ട് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിക്കുന്നുണ്ടായി. അടിയന്തരമായിട്ട് രോഗികളെ മാറ്റി പാർപ്പിക്കേണ്ടതായിരുന്നു. അപ്പൊ അത് ഈ മാസം 24-ാം തീയതി 25-ാം തീയതി മാറ്റി പാർപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ അവിടുത്തെ ഒരു അവസ്ഥ ഈ പേഷ്യന്റിന് മാറ്റി താമസിക്കുന്നത് അവിടെ അതിനാവശ്യമായ സൗകര്യങ്ങളൊന്നുമില്ല. അവർക്ക് 88 ബെഡില്ല, അവർക്ക് മറ്റു ബെഡ്ഷീറ്റ് ഇല്ല, അതിന് അനുബന്ധ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പഞ്ചായത്ത് എന്ന നിലയ്ക്കും വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ അതിനാവശ്യമായ സൗകര്യം അത് ഏർപ്പെടുത്താൻ നമ്മൾ ഏറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ OP ബ്ലോക്ക് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പഴയ കെട്ടിടത്തിന്റെ ഓപ്പോസിറ്റ് പുതിയ OP ബ്ലോക്ക് പണിയുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വന്റെ കാലത്ത് തന്നെ ഫണ്ട് അനുവദിച്ചാണ്. അതിന്റെ പ്രാരംഭഘട്ടത്തിലുള്ള ഒരു പണി നടന്നല്ലാതെ പിന്നീട് ഒരു വിധത്തിലുള്ള പുരോഗതിയും ആ പണിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോന്ന് പരിശോധിക്കും. അത് മാത്രമല്ല, ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ വലിയ വിവേചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ LDFന്റെ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഒരു നയാ പൈസ അനുവദിക്കുന്ന ഒരു നിലപാടില്ല. അത് മുൻ MLAയുടെ സമയത്ത് നമുക്കറിയാം, കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പരിഗണനയും കൂടാതെ എല്ലാ മെമ്പർമാർക്കും ഫണ്ട് അനുവദിക്കുന്നത് മാത്രമല്ല, ബജറ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തുകളിലും
അവിടുത്തെ അധ്യക്ഷന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് എന്തെല്ലാമാണ് പൊതുവായിട്ടുള്ള പദ്ധതികൾക്ക് എന്തെങ്കിലും നിർദ്ദേശം കൃത്യമായിട്ട് അത് സ്വീകരിക്കും, അത് കൃത്യമായിട്ട് ബജറ്റിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു ശ്രമം മുൻ എം എൽ എയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഫണ്ട് അനുഭവിക്കുന്ന കാര്യത്തിൽ വിവേചനം എന്ന് മാത്രമല്ല, ബജറ്റിന്റെ സമയത്ത് പഞ്ചായത്തിന്റെ അധ്യക്ഷന്മാരെ വിളിച്ചു ചേർക്കാൻ, അവരോട് എന്തെങ്കിലും വിവിധ പദ്ധതികളെ കുറിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പൊ എല്ലാ വിധത്തിലും ഏത് വിധത്തിലും നമ്മൾ പരിശോധിച്ചാലും വലിയ അപകടങ്ങൾ കൊരട്ടി പഞ്ചായത്തിനകത്ത് എം എൽ എയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പത്രസമ്മേളനം പക്ഷേ പത്രപ്രവർത്തകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. ഒരു എം എൽ എക്കെതിരെ ഒരു പഞ്ചായത്ത് ഒന്നടങ്കം പഞ്ചായത്ത് ജനപ്രതിനിധികൾ പത്രസമ്മേളനം നടത്തേണ്ടി വരിക എന്നത് ഒരുപക്ഷെ ജനാധിപത്യത്തിന് അത്ര ഭൂഷണമല്ല. ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങൾ ഇതിലൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു മുദ്രാവാക്യമോ ഒരു കാര്യമോ വെച്ചിട്ടില്ല. ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണെന്ന നിലയിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ് പ്രസിഡന്റോട് സൂചിപ്പിച്ചത്. കൊരട്ടി ഗാന്ധിഗ്രാം ത്വക്ക് ആശുപത്രിയിലെ 100ഓളം വരുന്ന പേഷ്യൻസ് പോയി കാണുന്നു. അങ്ങേയറ്റം ദുരിതപൂർണമായി ചോർന്നൊലിക്കുന്ന ദുർഘടമായ ഒരു അവസ്ഥയിലൂടെ താമസിക്കുന്നു. അവരെ താമസിപ്പിക്കാൻ പുതിയ കെട്ടിടം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കെട്ടിടം 10 മാസത്തിന്റെ അടുത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാണ്. എന്നിട്ട് അതിനൊരു ഫയർ എൻഒസിയുടെ പേര് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടി എടുത്തില്ല. പഞ്ചായത്തിന്റെ ഒരു അതോറിറ്റിയിലും വരുന്നതല്ല, ഗവൺമെന്റ് ത്വക്ക് രോഗാശുപത്രിയിൽ നിന്ന്. പക്ഷെ പ്രസിഡന്റും ആ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ ലിജോ ജോസും അടക്കമുള്ളവരെ ഇടപെട്ടിട്ടും ഒരു ചെറുവല അടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, തീരുമാനം ഞങ്ങൾ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ട് ഒരു എം എൽ എ എന്ന നിലയിൽ അഭ്യർത്ഥന പോലും ഇതുവരെ ചെയ്തില്ല എന്ന് മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. ഇത്രയും കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ട്, അത് തുറന്നു കൊടുക്കണം, ഒരു നിർദ്ദേശം പോലും, ഒരു കത്ത് പോലും. എന്നിട്ട് ഒരു ബെഡ് അല്ലെങ്കിൽ ഏറ്റവും എം എൽ എ വ്യാപകമായി സഹായം ചെയ്യുന്ന ആളാണെന്നാണ് പറയുന്നത്. ഒരു 100ഓളം വരുന്ന ലെപ്രസി പേഷ്യൻസിന് മാറ്റാൻ കട്ടിലവിടെ ഉണ്ട്, അവർക്ക് വേണ്ട ബെഡ് കാര്യങ്ങൾ ഒരു ചെലവിൽ നൽകില്ല. അപ്പൊ പഞ്ചായത്ത് എന്ന നിലയിൽ സ്പോൺസർമാരെ കണ്ടെത്തി മാറ്റി താമസിപ്പിക്കേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. എം എൽ എയുടെ നേരിട്ടുള്ള കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ്. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു കുടക്കീഴിലൊതുക്കിയിരിക്കുന്നു. എടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം, കൃഷ്ണ ജ്വല്ലറി, ചാലക്കുടി. നിനക്കഴകാണ് ആഭരണം. ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ഡ്രീംസ് ഡ്യൂട്ടി പെയ്ഡ് കളക്ഷൻസ്, ചാലക്കുടി.